ജിഷ്ണു പ്രണോയിയുടെ മാതാപിതാക്കൾ നെഹ്റു കോളേജിന് സമീപത്തെ സഹപാഠികളുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണുമെന്ന് ജിഷ്ണുവിന്റെ അമ്മ പറഞ്ഞു. കേസിന്റെ പുരോഗതി അന്വേഷണ സംഘവുമായി ജിഷ്ണുവിന്റെ കുടുംബം വിലയിരുത്തി. കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും ജയിലിലടക്കുന്നു. കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നു. മോനെ കൊല ചെയ്തതാണ്. അതുകൊണ്ട് ഇവരെ ജയിലിലാണ് അടക്കണം. മുഖ്യമന്ത്രിയോട് ഇതിനെ ആദ്യം പോസ്റ്റ്മോർട്ടം അട്ടിമറിച്ച ഡോക്ടറില്ലേ, അവർക്കെതിരെ കേസെടുക്കണം. പിന്നെ പോലീസിനും അവർക്കെതിരെ കേസെടുക്കണം. പിന്നെ വക്കീല് അവർക്കെതിരെ നടപടി വേണം. അങ്ങനെയുള്ള ആവശ്യം കൊണ്ടാണ് പോകുന്നത്. കുട്ടിയടക്കണ്ടരെ ജിഷ്ണുവിന് ബദലി ഒരുപാട് ജിഷ്ണുമാരെ കിട്ടി എന്നുള്ള സന്തോഷം. അപ്പം അതിൽ തന്നെ എൻ്റെ മോൻ ജിഷ്ണു ഇല്ല എന്നുള്ളൊരു ദുഃഖവും രണ്ടും കൂടിയുള്ള സങ്കടം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. ഒരുപാട് ജിഷ്ണുവിനെ കിട്ടി, അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ എൻ്റെ ജിഷ്ണു ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം. അപ്പം പിന്നെ രണ്ടും കൂടിയാണ് ഈ കണ്ണെന്ന് തോന്നുന്നു വന്നത്. ദിൽജിത്ത് ചേർന്നുണ്ടായ വാർത്തയുടെ വിവരങ്ങളുമായി. ദിൽജിത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് ജിഷ്ണുവിന്റെ അമ്മ പറഞ്ഞത്? സൗമ്യ, ജിഷ്ണു മരിച്ച് 2 മാസം പിന്നിട്ടതോടെയാണ് മാതാപിതാക്കൾ ജിഷ്ണുവിന്റെ പിതാവ് അശോകനും മാതാവ് മാസിജിയും നെഹ്റു കോളേജിന്റെ സമീപത്തെത്തി ജിഷ്ണുവിന്റെ സഹപാഠികളുമായി കൂടിക്കാഴ്ച നടത്തിയത്. അവരുമായി സംസാരിച്ച മാതാപിതാക്കൾ കോളേജിന് സമീപത്തെ ഭിന്നശേഷിക്കാരുടെ സംരക്ഷണ കേന്ദ്രത്തിൽ എത്തി അവർക്കൊപ്പം അന്തേവാസികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചു. തുടർന്നാണ് മാധ്യമങ്ങളുമായി സംസാരിച്ചത്. ജിഷ്ണുവിന്റെ മരണം കൊലപാതകമാണെന്നും ഇതിൽ കോളേജ് ചെയർമാൻ കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെന്നും ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നും അടക്കമുള്ള ഒരു ആവശ്യമാണ് കുടുംബത്തിനുള്ളത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമെന്നും ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. ഈ കഴിഞ്ഞ ദിവസം കേസിലെ 1-ാം പ്രതിയും കോളേജിന്റെ ചെയർമാനുമായ കൃഷ്ണദാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് കൃഷ്ണദാസിന് ജാമ്യം അനുവദിച്ചിരുന്നു. അതോടൊപ്പം കേസിലെ 2-ാം പ്രതിയായ സഞ്ജിത്ത് വിശ്വനാഥന് തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഈ കേസിന്റെ മുമ്പോട്ടുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താനും തങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കുവാനുമായി മാതാപിതാക്കൾ മറ്റ് ബന്ധുക്കൾക്കൊപ്പം അന്വേഷണ സംഘത്തിലെ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇരിങ്ങാലക്കുട ASP കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായാണ് അല്പസമയത്തിനകം മാതാപിതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നത്. തങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള പരാതി പ്രത്യേകിച്ച് കേസിൽ കോളേജ് ചെയർമാൻ കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം ലഭിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഇതിലെ അതൃപ്തി, കേസിന്റെ മുന്നോട്ടുള്ള നടത്തിപ്പ് 2 മാസം പിന്നിടുമ്പോഴും പ്രതികളെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം, പ്രത്യേകിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 5 പ്രതികൾ കൃഷ്ണദാസും PRO സഞ്ജിത്ത് വിശ്വനാഥനും വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേൽ, അധ്യാപകൻ CP പ്രവീൺ, ബിബിൻ എന്നിവരടക്കമുള്ള 5 പ്രതികളുണ്ട്. ഇവർ ഈ കേസ് രജിസ്റ്റർ ചെയ്ത ദിവസം മുതൽ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇവരെ കണ്ടെത്തുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസത്തെക്കുറിച്ച് കുടുംബങ്ങൾക്ക് വലിയൊരു അതൃപ്തിയുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കാനും ഇവരെ എത്രയും വേഗം കണ്ടെത്താനും കേസിന്റെ മുമ്പോട്ടുള്ള നടത്തിപ്പിന് സഹായമാകുന്ന തരത്തിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഇപ്പോൾ അവർ അന്വേഷണ സംഘവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഇവർ അന്വേഷണ സംഘവുമായി കൂടിക്കാഴ്ച നടത്തും. അതോടൊപ്പം പാമ്പാടി നെഹ്റു കോളേജ് വനഭൂമി കയ്യേറി കെട്ടിടവും ടെന്നീസ് കോർട്ടും നിർമ്മിച്ച് എന്നൊരു പരാതി മുമ്പ് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജിഷ്ണുവിന്റെ വീട് സന്ദർശിച്ച ശേഷം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിക്കും മറ്റ് റവന്യൂ മന്ത്രിക്കും പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റവന്യൂ വകുപ്പ് കോളേജിലെത്തി പരിശോധനകൾ നടത്തുകയാണ്. സർവേ നടപടികൾ പൂർത്തിയായ ശേഷം ഭൂമി വീണ്ടെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും റവന്യൂ വകുപ്പിന്റെ പരിശോധകരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏതായാലും അല്പസമയത്തിനകം അന്വേഷണ സംഘവുമായി ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ കൂടിക്കാഴ്ച നടത്തും. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്.